പ്രിയ വിദ്യാർത്ഥിനികളെ, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ഓരോന്നായിട്ട് റിവിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന ഓരോ പാഠഭാഗം വായിക്കുകയും അതിൻ്റെ ആശയം പറയുകയും എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇപ്പോൾ അതിൻ്റെ മലയാള ആശയം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ആദ്യം ആശയം മനസ്സിലാക്കുകയും അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതുമായിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ പാഠഭാഗത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 5 യൂണിറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം പുൽ ബനീതി മാം എന്ന ഒരു കവിതയാവുന്നു. അതായത് നരേന്ദ്ര പുണ്ടരിക്ക് എഴുതിയിട്ടുള്ള പുൽ ബനീതി മാം എന്ന ഒരു കവിതയാവുന്നു. നമുക്ക് ഈ കവിത ഒന്ന് നോക്കാം. ഈ കവിത നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 3 ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. ആ പാഠഭാഗത്തിൻ്റെ നേരെ മുകളിലായിട്ട് 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കേസേ ഹോ ബേട്ട. ഇതൊരു ചെറിയൊരു കവിതയാണ്. ഇത്തരത്തിലുള്ള കവിതയ്ക്ക് പറയുന്ന പേരെന്ത്? ഹൈക്കു കവിതകൾ എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഹൈക്കു എന്ന് പറഞ്ഞാൽ HAIKU. ഈ നമ്മളിതുപോലെയുള്ള കവിത മുമ്പ് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിരുന്നു. 2 വരി കവിതകൾ. അതിന് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? ദോഹ. എന്നാൽ അതേപോലെ തന്നെ ഇത്തരം കവിതകളെ നമ്മൾ പറയുന്ന പേരാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഈ കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാലമായ ആശയമുള്ള 3 വരി കവിതകളായിരിക്കും ഹൈക്കു. ഹൈക്കു കവിതയുടെ വിശേഷത എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് ആശയമുള്ള 3 വരി കവിതകളായിരിക്കും. അതേപോലെ തന്നെ ഈ കവിതയുടെ ഓരോ ലൈൻസിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലൈനിൽ 1ാമത്തെയും 3ാമത്തെയും വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതും അതേപോലെ സെൻട്രൽ ലൈനിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? മയ്യാ കി ആയി, മ യ ക ആ ഇ 5. ഇനി ലാസ്റ്റ് ലൈനിൽ കൈസേ ഹോ ബേട്ട, ക സ ഹ ബ ട. അപ്പോൾ 5. അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലൈനിൽ 5 അക്ഷരങ്ങൾ വീതവും സെൻട്രൽ ലൈനിൽ 7 അക്ഷരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതകളാണ് ഇത്. ഈ കവിതയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ശരിക്ക് തുടക്കം കുറിച്ചത് ജപ്പാനീസ് ഭാഷയിലാണ് എങ്കിലും ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഭാഷയിലും നമുക്ക് ഇത്തരത്തിലുള്ള ഹൈക്കു കവിതകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഹൈക്കു കവിത ഒന്ന് വായിക്കാം, അതിൻ്റെ ആശയം ഒന്ന് നോക്കാം. എന്നതിന് ശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. മയ്യാ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കേസേ ഹോ ബേട്ട. മയ്യാ കി ആയി, മയ്യ സെ മാം കി ആയി വൃദ്ധാശ്രം സെ. വൃദ്ധാശ്രം എന്ന് പറഞ്ഞാൽ വൃദ്ധമന്ദിരം. വൃദ്ധമന്ദിരത്തിൽ നിന്നും വന്നു. ആരുടേത്? അമ്മയുടേത്. എന്താ വന്നത്? ചിട്ടി. സെക്കാ താല്പര്യം. ചിട്ടി പറഞ്ഞാൽ കത്ത്. അപ്പോൾ മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി, അതായത് വൃദ്ധാശ്രം സെ മാം കി ചിട്ടി ആയി. വൃദ്ധാശ്രമത്തിൽ നിന്നും അമ്മയുടെ കത്ത് വന്നു. എന്താണ് കത്തിലുള്ളത്? കേസേ ഹോ ബേട്ട, കേസേ ഹോ ബേട്ട. മോനെ, എങ്ങനെയുണ്ട് നിനക്ക്? നിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള അത് വിശാലമായൊരു ആശയമാണ്. ഈ 3 വരിയുള്ളൂ എങ്കിലും അതിൽ വലിയൊരു ആശയമുണ്ട്. എവിടെ നിന്നാണ് അമ്മയുടെ കത്ത് വന്നത്? വൃദ്ധാശ്രമത്തിൽ നിന്ന്. അമ്മ എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കുക? ഇപ്പോൾ അവിടെ ചെന്നാലും അമ്മയുടെ ചിന്ത മുഴുവൻ എന്താകുന്നു? എങ്ങനെയാണ് ആ അമ്മ വൃദ്ധാശ്രമത്തിൽ എത്താനുള്ള കാരണം ആരായിരിക്കും? നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ചെന്നിട്ടും ഈ അമ്മയുടെ മനസ്സിൽ ഫുള്ളായിട്ടും ആരാണുള്ളത്? ബേട്ട. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ നേരെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. വൃദ്ധാശ്രമ മേ രഹ്നെ വാലി മാം ക്യാ സോച്തേ ഹേ? വൃദ്ധാശ്രമ മേ രഹ്നെ വാലി മാം കിസ്കെ ബാരേ മേ സോച്തി ഹേ? വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ക്ലിയർ ആയിട്ടുണ്ടോ? ഏതായാലും നമുക്ക് ഈ കവിതയിലെ വരികളിലൊക്കെ ഒന്ന് പോകാം. പുൽ ബനീതി മാം കവിതയുടെ പേര്. ആരാണ് എഴുതിയതെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. 1 പാഠത്തിൻ്റെ പേര്, 2 പ്രോക്തി എന്താണ്? കവിത. 3ാമത് വരുന്നത് ആരാണ് എഴുതിയത്? കവിയുടെ പേര് നരേന്ദ്ര പുണ്ടരിക്ക്.
അപ്പോൾ പുൽബനീതി മാം, കവിത, നരേന്ദ്ര പുണ്ടരിക്. ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് കവിതയുടെ ആശയം ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. പുൽ ബനീതി മാം. പുൽ ബനീതി മാം. അമ്മ എന്തായിരുന്നു? ഒരു പാലമായി തീരുകയായിരുന്നു, അല്ലെങ്കിൽ പാലമായിരുന്നു. അമ്മ ഒരു പാലമായിരുന്നു. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की हम भाइयों के बीच ഞങ്ങൾ സഹോദരങ്ങൾക്ക് ഇടയിൽ പുൽ ബനീതി മാം, അമ്മ ഒരു പാലമാവുകയായിരുന്നു. ജിസ്മേം ആയേദിൻ ജിസ്മേം ആയേദിൻ, ഈ കഴിഞ്ഞ ഇത്രയും കാലങ്ങളായിട്ട് അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിലെ ഒരു പാലമായി ആവുകയായിരുന്നു. എന്നിട്ടോ ദൗഡ്തീരെത്തി ബേദടക്ക്, യാതൊരു തടസ്സവും കൂടാതെ, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദൗഡ്തീരെത്തി, ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു, ഞങ്ങളത് പോയിക്കൊണ്ടേയിരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തീക്ക്, ബിനാ കിസി ഹരി ലാൽ ബത്തീക്ക്. ഹരി ഹര പച്ച, ലാൽ ചുവപ്പ്. ഹരി ഹര और ലാൽ ബത്തി ലൈറ്റ്. ഹരി ലാൽ ബത്തി എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലൈറ്റ്. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, യാതൊരുവിധ സിഗ്നൽ ലൈറ്റിൻ്റെയും തടസ്സങ്ങൾ കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആ പാലത്തിലൂടെ പോയിക്കൊണ്ടേ ഇരുന്നു. ഹം ലോഗോं की എന്താ ചുക് ചക് ചക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്തായിരിക്കും അത്? തീവണ്ടി. ഞങ്ങൾ സഹോദരങ്ങൾ അമ്മയാകുന്ന ആ പാലത്തിലൂടെ യാതൊരു തടസ്സവും കൂടാതെ, യാതൊരു സിഗ്നൽ ലൈറ്റും കൂടാതെ, ഒരു പ്രശ്നങ്ങളും കൂടാതെ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പോയിക്കൊണ്ടേ ഇരുന്നു. ഇത്രയും കാലം ഞങ്ങൾ അതിലൂടെ യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ സൗഹാർദ്ദത്തോടു കൂടി ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ഇനി അടുത്ത പാരാഗ്രാഫിൽ എന്താ പറയുന്നത്? पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माम. पिता के बाद, പിതാവിൻ്റെ ശേഷം, പിതാവിൻ്റെ മരണശേഷമാവാം അല്ലെങ്കിൽ പിതാവിൻ്റെ ശേഷം. ഹം ഭായിയോं के बीच, ഞങ്ങൾ സഹോദരങ്ങൾക്ക് ഇടയിൽ പുൽ ബനി മാം, അമ്മൊരു പാലമാവുകയായിരുന്നു. പിതാവിൻ്റെ ശേഷം ഞങ്ങൾ സഹോദരങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ, യാതൊരു തടസ്സങ്ങളും കൂടാതെ അമ്മ ഒരു പാലമായി തീരുകയായിരുന്നു. അചാനക് നഹിൻ ടൂട്ടി, അചാനക് നഹിൻ ടൂട്ടി, അചാനക് പെട്ടെന്ന്, നഹിൻ ടൂട്ടി, ടൂട്ടിന് പറഞ്ഞാൽ പൊട്ടുക, ഇവിടെ പറഞ്ഞാൽ തകരുക അല്ലെങ്കിൽ ക്ഷീണിക്കുക, ക്ഷയിക്കുക അല്ലെങ്കിൽ അവശയാവുക. അതായത് അചാനക് നഹിൻ ടൂട്ടി, പെട്ടെന്നും തന്നെ അമ്മ എന്ത് ചെയ്തില്ല? അവശയായില്ല. പിന്നെയോ ധീരെ ധീരെ ടൂർത്തി രഹി, ധീരെ ധീരെ പതുക്കെ പതുക്കെ ടൂർത്തി രഹി, ധീരെ ധീരെ ടൂർത്തി രഹി, പതുക്കെ പതുക്കെ അമ്മ ടൂർത്തി രഹി, ക്ഷീണിച്ചു കൊണ്ടേയിരുന്നു, ക്ഷയിച്ചു കൊണ്ടേയിരുന്നു. ഹം ദേഖ്തേ രഹേ, അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ആർ മാൻതേ രഹേ, അതുപോലെ തന്നെ ഞങ്ങൾ അതിനെ അംഗീകരിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി. എന്തെന്നാൽ ബൂഢാ രഹി ഹേ മാ, അമ്മ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാകുന്നു. അതിൻ്റെ ലക്ഷണമാണ് അമ്മ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു, ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നു, അവശയായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന, ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് നടന്നിരുന്ന ആ അമ്മ ഇപ്പോൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി. माम के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. माम के बार बार कहने को, बार बार कहना, बार बार कहना, बार बार വീണ്ടും വീണ്ടും कहना പറയുക. മാം കെ ബാർ ബാർ കഹിനേക്കോ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ഒരു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഉള്ള ആ സംസാരത്തിൽ നിന്നും ഹം മാൻകർ ചലത്തെ രഹേ, ഞങ്ങൾക്കത് മനസ്സിലായി അല്ലെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിച്ചു. എന്ത്? ഉസ്കെ ബൂഡെ ഹോനെ കി
ആദത്ത് ഹേ. ഉസ്കെ ബൂഢ, ബൂഢ എന്നാൽ വാർദ്ധക്യം, വയസ്സാവുക. ബൂഢെ ഹോനെ കി ആദത്ത് ഹേ. ഈ ബാർ ബാർ കഹനെ സെ ഹം സമജ്തേ രഹേ കി മാ ബൂഢെ രഹി ഹേ. അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ഈ സംസാരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി എന്തെന്നാൽ അമ്മ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ആവാസമേൻ, അതുപോലെ തന്നെ അമ്മയുടെ ഓരോ ആവാസമേൻ ശബ്ദത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി ധീരേ 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 ടൂട്ട്തി രഹി ഹേ മാ. അമ്മയുടെ ഓരോ ശബ്ദത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി അമ്മ പതുക്കെ പതുക്കെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു, അവശയായിക്കൊണ്ടിരിക്കുന്നു, അമ്മയ്ക്ക് വാർദ്ധക്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി. ഹാത്തോം ഹാത്ത് രഹ്തി മാം. ഇനി അടുത്ത പേജിൽ നോക്കാം. ഹാത്തോം ഹാത്ത് രഹ്തി മാം एक दिन हमारे कंधों में आ गई. हाथों हाथ रहती माँ, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में, अपने वृषभ कंधों में माम का भारी होना. ഹാത്തോ ഹാത്ത് രഹ്തി മാം. ഇത്രയും കാലം ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോന്നിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെ. അങ്ങനെ അമ്മ ഇത്രയും കാലം നമ്മളെല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്നിരുന്നുവെങ്കിൽ ഒരു ദിവസം ആ അമ്മ ഹമാരെ കന്തോമേ ആകെ, നമ്മളുടെ ഷോൾഡറിലായി, നമ്മളുടെ ചുമലിലായി, നമ്മളുടെ അധീനതയിലേക്ക് വന്നു നമ്മൾ. അപ്പോൾ ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെ, ഒരു ദിവസം അമ്മ നമ്മളുടെ ഷോൾഡറിലായി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗെ. അത് ഞങ്ങൾ എന്ത് ചെയ്തു? ധീരെ ധീരെ മഹസൂസ് കർണേ ലഗെ. ധീരെ ധീരെ പതുക്കെ പതുക്കെ മഹസൂസ് കർണേ ലഗെ, അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഹം ഞങ്ങൾക്ക് എന്ത്? അപ്പനെ വൃഷഭ് കന്തോമേ. എന്താ വൃഷഭ്? വൃഷഭ് എന്ന് പറഞ്ഞാൽ യൗവനം അല്ലെങ്കിൽ യുവത്വത്തിലുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മക്കൾ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല യൗവനത്തിൽ തുടിച്ചു നിൽക്കുന്ന ആ സമയത്ത്, അപ്പോൾ ഞങ്ങളുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള കന്തോമേ ഷോൾഡറിൽ നമ്മൾക്ക്, അപ്പോൾ മാം കാ ഭാരി ഓന, നമ്മുടെ ആ നല്ലൊരു അവസ്ഥയിൽ, അമ്മയുടെ നല്ല അവസ്ഥയിൽ അമ്മ നമ്മെ പരിപാലിച്ചു പോന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് വാർദ്ധക്യമായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ നല്ല സമയത്തും ആണെങ്കിൽ കൂടി അമ്മ എന്തായത് നമുക്കൊരു ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. നല്ലൊരു ആശയമാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട് അല്ലേ? ഇത്രയും കാലം ഈ അമ്മ എന്ത് ചെയ്തു? നമ്മളെല്ലാവരെയും പരിപാലിച്ചു പോകുന്നു. എത്ര മക്കളുണ്ട് എങ്കിലും അത്രയും മക്കളെ യാതൊരു ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ, യാതൊരു പ്രശ്നങ്ങളും കൂട്ടാതെ നല്ല രീതിയിൽ ഒരൊറ്റ മാലയിലുള്ള മുത്തുകൾ പോലെ ഓർത്തിണക്കിക്കൊണ്ട് നമ്മളെ ഇത്രയും കാലം അമ്മ പരിപാലിച്ചു പോകുന്നു. എന്നാൽ ഇപ്പോൾ ആ അമ്മ നമ്മളുടെ ചുമലിലേക്ക് വന്നു. അമ്മയ്ക്ക് വാർദ്ധക്യമായി, അമ്മയ്ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് അമ്മ എന്തായി മാറി? ഒരു ഭാരമായി മാറി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത വരി. ജബ് തക് ജീവിത് രഹേ മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ദേ. മാം ആഖിർ മാം ഹി तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माम, जब तक എപ്പോൾ വരെയാണോ ജീവിത രഹേ മാം, ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ എത്ര കാലം വരെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അത്രയും കാലം അമ്മയുടെ ജീവിതകാലം മുഴുവൻ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ, നമ്മൾ എന്ത് കൊണ്ടിരുന്നു? നമ്മളുടെ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തൻ്റെ 10 മക്കളെ നോക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ന് ഈ 10 മക്കൾക്ക് ഒരമ്മയെ നോക്കുവാൻ വളരെ കഷ്ടപ്പാടാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ? ഈ നല്ല അവസ്ഥയിൽ, നല്ല യൗവനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഏത് തരത്തിലായിട്ടും നമ്മൾ നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് അമ്മ ഒരു ഭാരമായി എന്നുള്ള രീതിയിലാണ് ഇവിടെ കവി ഈ വരികളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്താണ്? ജബ് തക് ജീവിത രഹേ മാം, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ, നമ്മൾ മാറ്റിക്കൊണ്ടേയിരുന്നു നമ്മളുടെ ഷോൾഡർ. എന്ന് പറഞ്ഞാൽ
നമ്മൾ പറയുന്നതാണ്, ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ തന്നെ അല്ലേ, ഇനി കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. നമ്മൾ പറയും ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് എല്ലാവരും പറയും എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വയസ്സാവുന്നതോടുകൂടി, കാലം കഴിയുന്നതോടുകൂടി നമ്മൾ പറയും നിൻ്റെതും കൂടി ആകുന്നു, നിൻ്റെതും കൂടി ആകുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാരണം ഇത്രയും കാര്യം നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറഞ്ഞു എൻ്റെത് മാത്രം നമ്മൾ സ്വാർത്ഥതയോടുകൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതിനെ നേരെ തിരിച്ച് നിൻ്റെതും കൂടി ആകുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണ് വന്നത്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിന്നും ഇനി കുറച്ച് ദിവസം എന്ത് ചെയ്യട്ടെ, നിൻ്റെ വീട്ടിലേക്ക് നിൽക്കട്ടെ എന്ന് പറയുന്നൊരു അവസ്ഥ ഇന്ന് നമ്മളുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കവിയുടെ, അതായത് നരേന്ദ്ര പണ്ഡിറ്റിൻ്റെ ഈ വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജബ് തക് ജീവിത രഹി മാം, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഹം ബദൽതേ രഹേ അപ്പനെ കന്തേ, നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടേ ഇരുന്നു. മാം ആഹിർ മാം ഹി തോഹെ, അമ്മ എത്രയായാലും അമ്മ തന്നെയല്ലേ. അമ്മക്ക് മക്കൾ എന്നായാലും തന്നെയാണ് മക്കൾ തന്നെയാകുന്നത്. അതുപോലെ തന്നെ അമ്മ തന്നെയാകുന്നു. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേക്ക്, ബാർ ബാർ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കണ്ടിട്ട്, ബാർ ബാർ ഹം കന്തേ ബദൽത്തെ ദേക്ക്, നമ്മൾ വീണ്ടും വീണ്ടും അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടുന്നത് കണ്ടപ്പോൾ ഹമാരെ കന്തോൻ സേ ഉത്തർ ഗയി മാം, അങ്ങനെ ഒരു ദിവസം ഹമാരെ കന്തോൻ സേ ഉത്തർ ഗയി മാം, നമ്മളുടെ ചുമലിൽ നിന്നും, നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും, നമ്മളുടെ അധീനതയിൽ നിന്നും, നമ്മളുടെ അടുത്ത് നിന്നും മാം ഉത്തർ ഗയി, അമ്മ ഇറങ്ങിപ്പോയി, നമ്മളിൽ നിന്നും അമ്മ വിട്ടുപോയി. ആർ മാം കെ കന്തോൻ സേ ഉത്തർത്തെ ഹി, അതാണ് ഇനി മെയിനായിട്ട് നോക്കിയത്. ഇത്രയും കാലം നമ്മൾ ഭാരമായിട്ട് കണ്ടിരുന്നു എങ്കിലും ആ അമ്മ മാം കെ കന്തോൻ സേ ഉത്തർത്തെ ഹി, അമ്മയുടെ ചുമലിൽ നിന്നും നമ്മൾ പോയതോടുകൂടി ഉത്തർ ഗയെ ഹമാരെ കന്തേ, നമ്മൾ എന്തായി മാറി, നിരാശ്രയ ബൻ ഗയെ, ഉത്തർ ഗയെ ഹമാരെ കന്തേ, നമ്മൾക്ക് ഒരു ആശ്രയമില്ലാത്ത അവസ്ഥയായി. ഇത്രയും കാലം അമ്മ നമ്മങ്ങനെ കോർത്തിണക്കി പോവുകയായിരുന്നു. എന്നാൽ അമ്മ ഇറങ്ങിയതോടുകൂടി നമ്മൾക്കൊരു ആശ്രയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. ക്ലിയർ ആയില്ലേ? കവിതയുടെ വരികളും ആശയങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഓക്കെ, കവിതയും കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി സൈഡിൽ ഒരു 3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ 3 ചോദ്യങ്ങളൊന്ന് വായിക്കാം, അതിൻ്റെ ആശയം ഒന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, പുൽ ബനീദി മാം സെ ക്യാ താല്പര്യം, അതായത് ചാപ്റ്ററിൻ്റെ കവിതയുടെ പേര് തന്നെ പുൽ ബനീദി മാം സെ ക്യാ താല്പര്യം, അതായത് പുൽ ബനീദി മാം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആശയം പറയാം, അതിൻ്റെ ഉത്തരം പറയാം, നിങ്ങളതിനെ ഒന്നുകൂടി റെഡിയാക്കിയിട്ട് എഴുതിയാൽ മതി. പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ, പുൽ പാലം എന്തിനാ പറ്റുക, ദോ കിനാരോ കോ 2 ഭാഗങ്ങൾ 2 തീരങ്ങളെ ആപ്പസ് മേ ജോഡ്താ ഹെ അല്ലേ. ഉസി പ്രകാർ മാം പരിവാർ കോ ജോഡ്നെ വാലി കടി ഹെ, അതേപോലെ തന്നെ പുൽ ബനിദി മാം എന്ന് എന്താ ഉദ്ദേശിച്ചത്, പുൽ എന്ന് പറഞ്ഞാൽ 2 തീരങ്ങളെ 2 ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതേപോലെ തന്നെ ഇവിടെ അമ്മ ഉസി പ്രകാർ മാം പരിവാർ കോ ജോഡ്നെ വാലി കടി ഹെ, അമ്മ എന്ത് ചെയ്യുന്നു, കുടുംബത്തെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ചങ്ങലയാകുന്നു. पुल 2 किनारों को आपस में जोड़ता है, उसी प्रकार मां परिवार को जोड़ने वाली कड़ी है. ओके, ये രണ്ടാമത്തെ क्वेश्चन, बूढ़ी रही है मां, इसका आशय क्या है, बूढ़ी रही है मां, इसका आशय क्या है, അതായത് വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താണ് ഉദ്ദേശിച്ചത്. മാം മാനസിക और शारीरिक रूप से कमजोर होने लगी, അതാണല്ലോ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അല്ലേ. മാനസിക और शारीरिक, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും കംസോർ ഹോനെ ലഗി, ദുർബലയായിക്കൊണ്ടിരിക്കുന്നു, അവശയാവാൻ തുടങ്ങിയിരിക്കുന്നു. ആവാസ് കംസോർ ഹോനെ ലഗി, അമ്മയുടെ ശബ്ദങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ദുർബലമാവാൻ തുടങ്ങി. ശരീർ പർ ബുഢാപ്പയ്ക്ക് അസർ ഹോനെ ലഗ, അതേപോലെ തന്നെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാം മാനസിക और शारीरिक रूप से कमजोर होने लगी, मां मानसिक
और शारीरिक रूप से कमजोर होने लगी. आवाज कमजोर होने लगा. शरीर पर बूढ़ेपा का असर होने लगी. ओके, इനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. माम आखिर माम ही तो है. इससे आपने क्या समझा? മാം ആഹിർ മാം ഹി तो है. അമ്മ എത്രയായാലും അമ്മ തന്നെയാകുന്നു. അമ്മ അവസാനം അമ്മ തന്നെയാകുന്നു, അല്ലെങ്കിൽ അമ്മ തന്നെയാകുന്നു. ഇസ്സെ ആപ്പിനെ ക്യാ സമझ. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? മാം अपनी सारी जिंदगी अपने बच्चों के लिए जीकर अंत में उनके लिए भार बन गई. അമ്മ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവസാനം മക്കൾക്ക് അമ്മ ഒരു ഭാരമായോ എന്ന രീതിയിലേക്കായി. ലേക്കിൻ മാം കെ അഭാവ് മേം ബച്ചെ നിരാശ്രയ ഔർ ദുർബൽ ഹോ ഗയേ. അതാണ് പറഞ്ഞത്. എന്നാൽ അമ്മയുടെ അഭാവത്തിൽ ആ മക്കൾ നിരാശ്രയി, ആശ്രയമില്ലാത്തവരും അതേപോലെ തന്നെ ദുർബൽ ഹോ ഗയേ, ദുർബലരുമായി മാറി. തബ് ബച്ചോं को मालूम हुआ कि माम के बदले और कुछ नहीं. അപ്പോഴാണ് മക്കൾക്ക് മനസ്സിലാവുന്നത് മാം കെ ബദലെ, അമ്മയ്ക്ക് പകരമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് അപ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത്. ഓക്കെ, മാം अपनी सारी जिंदगी अपने बच्चों के लिए जीकर अंत में उनके लिए भार बन गई. लेकिन माम के अभाव में बच्चे निराश्रय और दुर्बल हो गए. तब बच्चों को मालूम हुआ कि माम के बदले और कुछ नहीं. ഓക്കെ, ഇനി കവിതയുടെ താഴെ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ, ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ആശയങ്ങൾ വരുന്ന വരികൾ കവിത കണ്ടെത്താനാണ്. അതേപോലെ തന്നെ ലാസ്റ്റിൽ ഒരു ടിപ്പണി എഴുതാൻ, കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട്. ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ ഒന്നാമത്തെ കവിതയും അതിൻ്റെ ആശയവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. കവിത ശരിക്ക് 2-3 പ്രാവശ്യം ഈ ആശയം ഒന്ന് കേൾക്കുക. ഇതിന് ശേഷം സ്വന്തമായിട്ട് കവിത എടുത്തിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്തു വച്ചിട്ട് വേണം നിങ്ങൾ ഇത് കേൾക്കാനും വായിക്കാനും മനസ്സിലാക്കാനും. ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പാഠത്തിൽ കാണാം. രണ്ടാമത്തെ പാഠം TV എന്ന ഒരു പഠിക്കഥയാണ്. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. 9ാം ക്ലാസ് റിവിഷൻ ആണ്. ഇനി ഇതോടുകൂടി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ധന്യവാദം.